പുതുവൈപ്പിലുള്ള സംഭവം അതവിടെ നടന്നിട്ടുള്ള വിവിധ സംഭവങ്ങളുടെ തുടർച്ചയായി നടന്നൊരു സംഭവമാണ്. ആ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് LDF ഗവൺമെൻറ് അല്ല, നേരത്തെയുള്ള UPA ഗവൺമെൻറ് കാലത്താണ് അതവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം BJP ഗവൺമെൻറ് അത് തുടരാൻ തീരുമാനിച്ചു. BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ എറണാകുളത്ത് വന്ന് ആ പദ്ധതി വേഗം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കാവശ്യമായുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് തടസ്സങ്ങൾ അവിടെ വരുമ്പോൾ ആ തടസ്സങ്ങളിൽ ഇടപെട്ട് അതിനാവശ്യമായുള്ള സംരക്ഷണം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉത്തരവാദിത്വമായി വന്നിരിക്കുന്നത്. ആ പദ്ധതി വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് മാത്രം തീരുമാനിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആ പ്രശ്നത്തിൽ ഇടപെട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ബുധനാഴ്ച ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞതാണ്. ആ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ ഇത്തരമൊരു സമരം അവർ ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. മാത്രമല്ല ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സമരസമിതിക്കാർ നൽകിയത് ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല എന്നുള്ളതാണ്. ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് തന്നെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഹൈക്കോടതിയാണെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായ സംഭവം പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ് ഈ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി വരുന്ന ദിവസം മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു സംഘം ആളുകൾ കടന്നു വരാൻ ശ്രമിച്ചു. അവരെ വഴിക്ക് വെച്ച് പോലീസ് പിരിച്ചുവിട്ടു. ആ നടപടി അവരെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക് വരാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന ചർച്ചയാകുമായിരുന്നില്ല നടക്കുക. പ്രധാനമന്ത്രിക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിധത്തിലുള്ള പ്രശ്നത്തിലേക്ക് മാറുമായിരുന്നു. പ്രധാനമന്ത്രിക്ക് സുരക്ഷിതത്വം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അത്തരമൊരു സന്ദർഭം നോക്കി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ മറ്റ് നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഏത് വിധത്തിലാണ് പോലീസ് ആക്ഷൻ വേണ്ടി വന്നത് എന്നത് ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിലൊരു അന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് നടക്കട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തി പോലീസിനെ നിർവീര്യമാക്കുക, പോലീസിനെ ആക്രമിക്കുക എന്നുള്ള നിലപാട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. പോലീസ് ഒരു സ്ഥലത്ത് ഇത്തരം പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പോലീസിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പോലീസിനെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കുക, പ്രധാനമന്ത്രി വരുന്ന സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിക്കുക, അത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ നീക്കമാണ്. അത്തരം നീക്കത്തെ ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പോലീസിൻ്റെ ഭാഗത്ത് നിന്നായും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. അത് CPIക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് CPI പ്രകടിപ്പിച്ചോളട്ടെ. ഇതേ സംബന്ധിച്ച് ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. പോലീസ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ലോ ആൻഡ് ഓർഡർ പരാജയപ്പെട്ട അതിലെ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി അലങ്കോലപ്പെട്ടിരുന്നെങ്കിൽ ഈ ചർച്ച ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അത് ഗവൺമെൻറ് എതിരായിട്ടുള്ള വിമർശനമായിട്ട് വരുമായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ലോ ആൻഡ് ഓർഡർ പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അത് ഗവൺമെൻറ് പാലിച്ചേ പറ്റുള്ളൂ. ഇത് ആദ്യത്തെ സംഭവം പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ്. പിറ്റത്തെ സംഭവമാണ് ആ പ്ലാന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അതെ, ആ ദിവസത്തേക്ക് അവരിങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? എന്തിനവർ പ്രഖ്യാപിക്കാതെ ഇത് നടത്തി? അല്ല, അത് പോലീസ് ആക്രമിച്ചതിൻ്റെ മൃഗീയത വേറെ പരിശോധിക്കട്ടെ. പക്ഷേ ഇത്തരത്തിലൊരു സമരം എന്തിനാണ് നടത്തുന്നത് അവർ പുനഃപരിശോധിക്കണം. ഈ സംഭവം എന്തിനാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തത്? ഈ ചർച്ചയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച സന്ദർഭത്തിൽ എന്തിന് ഇത്തരം ഒരു സംഭവം നടത്തി? ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ചർച്ചയ്ക്ക് അവസരം കൊടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. ആ നിലപാട് ശരിയല്ല. ആ സമരസമിതിക്കാർ അവരുടെ നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. മറ്റവർക്ക് എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അത് ഓരോ സംഭവങ്ങൾ പരിശോധിച്ചിട്ടേ പറയാൻ സാധിക്കും. അതൊക്കെ
അല്ല, അതൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടേ പറയാൻ സാധിക്കൂ. എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ. അത് സംഭവം എന്താണ് നടന്നതെന്നുള്ളത് വിശദമായി പരിശോധിക്കണം. സർക്കാർ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. എന്തെല്ലാം രീതിയിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്ഥലത്തെല്ലാം തന്നെ സമരങ്ങൾ നടത്തുക, വികസന പ്രവർത്തനം സമീപിക്കുക, ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലയിലുള്ള ചില ആളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് ദോഷമാണ്. ജനങ്ങളുടെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് ചർച്ച ചെയ്യണം. എന്നിട്ട് ആ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ ഒരു പദ്ധതിയെ നടത്താൻ വിടില്ല എന്ന നിലത്തിലുള്ള സമീപനത്തിന് ആരും കൂട്ടുനിൽക്കരുത്. കേരളത്തിൻ്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ആരും ഏർപ്പെടാൻ പാടില്ല. അതിനാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ്റുമായി സഹകരിക്കണം. അല്ല, അതൊക്കെ പല പോലീസ് നടപടിയെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കൂ. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കണം. പോലീസ് ഒരു സ്ഥലത്തും ഒരു ആക്ഷനും വേണ്ട, ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന് പറഞ്ഞ നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ നയമല്ല. പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് നടപടി എടുക്കേണ്ടതായിട്ട് വരും. മുൻകാലങ്ങളിൽ LDF ഭരിച്ചപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് തീവ്രവാദ ബന്ധത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അത് ഗവൺമെൻറ്റാണ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്.